ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം വിഷയം ഇതാണ് ശരിക്കും പറഞ്ഞു പരിഹരിക്കാം. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തുറന്നു ചോദിക്കുകയാണ്. ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്നു ചോദിക്കാത്ത വലിയൊരു ചോദ്യമാണ്. ജീവിതത്തിൽ ഒരു ന്യൂസ് ചാനൽ പോലും ചോദിക്കാത്ത ചോദ്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. വലിയ 80 അല്ലെങ്കിൽ എന്താ പറയുക ലോകോത്തര ചോദ്യമായിട്ടാണ് കൊണ്ടുവന്നത്. ആരും ചോദിക്കാനായിട്ട് അവരെ തലയിൽ നായ നക്കിയിട്ടില്ല. അവർ തിന്നുന്നത് ചോറാണ്, മറ്റു സാധനം അല്ല തിന്നുന്നത്. അതുകൊണ്ട് അവർ ആ ചോദ്യം ചോദിക്കില്ല. കാരണം എന്താന്ന് പറയുന്നത്, അതുകൊണ്ട് ഒരു ഗവൺമെന്റിനോ ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിനോ ഒരു രൂപ പോലും നഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. അത് പ്രയോജനം ഉള്ളവരാണ് അത് മുന്നോട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷയത്തിൽ നോക്കാണ്ട് ആരെങ്കിലും വെള്ളപൂശാനോ അല്ലെങ്കിൽ ആരെങ്കിലും വലിയതായിട്ട് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് ഒരു മതമോ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ടീമുകളെ മാത്രമാണ് ഇവർ എടുക്കുള്ളൂ. കാരണം ഒരു ടീമിനെ വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിന് നല്ല അപെക്സിന്റെ സിമെന്റോ മറ്റേ ബർഗറിന്റെ എന്തെങ്കിലും പെയിന്റോ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ള പൂശാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇതിപ്പോ ഇപ്പറ കാണിച്ചിരിക്കുന്നതിൽ വെള്ള പൂശാൻ പറ്റിയ ഒരു സാധനം ഞാൻ പറഞ്ഞു. കാരണം 2014-15 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇലക്ഷന്റെ ഒക്കെ ടൈമാണെന്ന് തോന്നുന്നു. ആ ടൈമിൽ ഇങ്ങേര് പോയി ഗുഹയെ പോയിരുന്നു, നമ്മുടെ പ്രധാനമന്ത്രി പോയി ഗുഹയെ പോയിരുന്നു, വെള്ളത്തിന്റെ അടിയിൽ പോയിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ക്യാമറമാനെയും എല്ലാവരെയും കൊത്തി പോക്കി പിടിച്ചുകൊണ്ട് പോയത് കോടിക്കണക്കിന് രൂപ ഖജനാവിന്ന് ഇങ്ങനെ അങ്ങോട്ട് വാരി എടുത്തിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് നഷ്ടമുണ്ടല്ലോ ഞങ്ങളെ പോലുള്ളവർക്ക് എല്ലാവർക്കും, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും നഷ്ടപ്പെട്ടതാണ് ഖജനാവിന്ന് വാരി. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ഞങ്ങൾക്ക് എന്ത് ഗുണമാണ് അതിൽ നിന്ന് കിട്ടിയെന്നുള്ളത് നമ്മുടെ ശീതളമായി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് മഹത്വമാണ് ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് തന്നത്, എന്തൊരു ഗുണമാണ് ഞങ്ങളുടെ തലയിലേക്ക് വെച്ച് തന്നത് പറയൂ അമ്മായി. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് മദ്രസ പഠനം കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലാഭം, ആർക്കാണ് ലാഭം? ഇത് ലാഭത്തിന് വേണ്ടി കച്ചവടമല്ല നടത്തുന്നത്. നിങ്ങൾക്ക് മതം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണെന്നുള്ളത് ഏറ്റവും സുന്ദരമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മതം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കച്ചവടമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മറ്റു മതക്കാരെ അങ്ങോട്ട് കച്ചവടം ചെയ്തിട്ട് നിങ്ങൾ അങ്ങോട്ട് ജീവിക്കുക, അതാണ് നിങ്ങളുടെ പണി. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ എല്ലാവരും ഇതേപോലെ മതം കച്ചവടം ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവരാണെന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ തെറ്റ്. അപ്പൊ അതുകൊണ്ട് നായ തലയിൽ നക്കാണ്ട് ഇനിയും സൂക്ഷിക്കുക. ചോറ് അതുപോലെ തന്നെ നല്ല നേരെ കണക്കിന് ചോറ് തിന്നാൻ ശ്രമിക്കുക. മറ്റുള്ള സാധനങ്ങൾ വാരി തിന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള കുബുദ്ധികളൊക്കെ മുന്നോട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം തന്നതിന് വളരെ നന്നായിരിക്കും. കാരണം ആർക്ക് വേണ്ടി എന്ത് ഗുണത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ മുനിയാകാൻ തപസ്സിരിക്കാൻ പോയി നമ്മുടെ പ്രധാനമന്ത്രി? എന്തിന്, ആർക്ക് ഗുണത്തിന്, എന്ത് മെച്ചത്തിന്, നമ്മുടെ ഗവൺമെന്റിനോ സർക്കാരിന് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോയി ഇരുന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിയാ പോയതെന്ന് ഒന്ന് പറഞ്ഞു.